ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഒരു മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റ്, ഉത്തരക്കടലാസ് വൈറലായി, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ഉത്തരക്കടലാസാണ്. ഇത് നടക്കുന്നത് നമ്മുടെ തലശ്ശേരിയിലെ ഒ ചന്തുമേനൻ ഗവൺമെൻറ് UP സ്കൂളിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ ഉത്തരക്കടലാസാണ്. അവൻ്റെ പേര് അഹാൻ അനൂപ്. എന്തായിരുന്നു ചോദ്യം? എല്ലാവർക്കും കൊടുത്ത ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമം എഴുതി തയ്യാറാക്കുക. അതായിരുന്നു. അപ്പം മറ്റു കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ്, ഫുട്ബോള്, അത്തരം കളികളെക്കുറിച്ച് എഴുതിയപ്പോൾ അഹാൻ അനൂപ് വേറിട്ടൊരു കാര്യമാണ് എഴുതിയത്. അവൻ എഴുതിയത് ഈ സ്പൂൺ റേസ് ഉണ്ടല്ലോ, സ്പൂണിൽ ലെമണൊക്കെ വെച്ച് നടത്തുന്ന റേസ്, ആ റേസിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് അവൻ എഴുതിയത്. അവൻ എഴുതിയപ്പോൾ സാധാരണ എഴുതുന്ന പോലുള്ള നിയമങ്ങളൊക്കെ ആദ്യം എഴുതി. ഈ നമ്മളിങ്ങനെ ഓടുമ്പോഴേക്കും സ്പൂണിൽ തൊടാൻ പാടില്ല, ലെമൺ താഴെ വീണ് ഔട്ടായി പോവും, പിന്നെ ഏറ്റവും ആദ്യം എത്തുന്ന ആളാണ് ഫസ്റ്റ് ആവുന്നത്. പക്ഷെ 5ാമത്തെ നിയമം, ഇതുവരെ ആരും കേൾക്കാത്തൊരു നിയമം എഴുതിയത്. 5ാമത്തെ നിയമം ഇങ്ങനെയായിരുന്നു: ജയിച്ചവൻ തോറ്റവനെ കളിയാക്കരുത്. ഈ 3ാം ക്ലാസ്സുകാരൻ്റെ പ്രായത്തിൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവൻ നമ്മൾ നോക്കി കളിയാക്കും. പക്ഷേ ഇവൻ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ജയിച്ചവൻ തോറ്റവനെ കളിയാക്കരുത്. ഒരു പക്ഷേ അവൻ്റെ ലൈഫിൽ അവനങ്ങനെ കളിയാക്കിയിട്ട് സങ്കടം ഉണ്ടായി കാണണം. അവൻ്റെ കരുതൽ, ഒരു 3ാം ക്ലാസ്സിൻ്റെ കരുതലാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്ന 2 ആൾക്കാരാണ്: ജയിച്ചവൻ്റെ പ്രാർത്ഥനയും തോറ്റവൻ്റെ പ്രാർത്ഥനയും. ജയിച്ചവൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു അറിയാമോ? അവൻ ഫരിസേയനാണ്. അവൻ അവിടെ നിന്ന് ആൾക്കാരൊക്കെ മുന്നിൽ കൈയൊക്കെ കൂപ്പിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഞാൻ ദേ ഈ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, അവൻ തോറ്റവനാണ്. പക്ഷേ ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കും, ഞാൻ ദശാംശം കൊടുക്കും, ഞാൻ മിടുക്കനാണ്, വിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് പുറകിൽ തോറ്റു നിൽക്കുന്നവനാണ് ചുങ്കക്കാരനാണ്. അവൻ പ്രാർത്ഥിച്ചു, തല പോലും ഉയർത്താൻ പറ്റാതെ ദേവാലയത്തിന് ഏറ്റവും പുറകെ പോയി നിന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു: എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. ഈശോ പറയുന്നത്, ആരാ ജയിച്ചത്? പ്രാർത്ഥനയിൽ ജയിച്ചത് തോറ്റവൻ്റെ പ്രാർത്ഥനയാണ് ജയിച്ചത്. തോറ്റവൻ്റെ പ്രാർത്ഥനയാണ്. ഈ ഫരിസേൻ്റെ പ്രാർത്ഥന എന്താ വിജയിക്കാഞ്ഞ്? അവൻ തോറ്റവനെ കളിയാക്കിക്കൊണ്ടിരിക്കാൻ. തോറ്റവനെ ജയിച്ചവൻ കളിയാക്കരുത്. ഞാൻ നിങ്ങളോട് കുറച്ച് നാൾ മുമ്പ്, എപ്പിസോഡിന് മുമ്പ് ഒരു സിനിമയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കിങ് റിച്ചാർഡ് എന്നാണ് ആ സിനിമയുടെ പേര്. വീനസ് സെറീന വില്യംസ് എന്ന് പറയുന്ന ടോപ്പ് ടെന്നീസ് പ്ലെയറിൻ്റെ കഥയാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്തൊരു എപ്പിസോഡ്, നിങ്ങളോട് പറയാത്തൊരു എപ്പിസോഡുണ്ട്. അതിങ്ങനെയാണ്: വീനസ് ഇങ്ങനെ ജൂനിയർ ടീമിൽ ഇങ്ങനെ കളിച്ച് എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് മേടിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ഇവർ 5 മക്കളാണ്, 5 പെൺകുട്ടികളാണ്. അപ്പോൾ അപ്പനമ്മ ഇവർ ഫാമിലി ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് തിരിച്ചു. അപ്പോൾ ഇവർക്കൊരു പഴയൊരു വാനുണ്ട്. ഇവർ ഫാമിലിയാണ് കേട്ടോ. പഴയൊരു വാനുണ്ട്. ഈ വാനിൻ്റെ അകത്ത് അപ്പൻ തന്നെ ഓടിച്ച് വരുന്നത്. അപ്പനമ്മ ഫ്രണ്ടിലിരിക്കുന്നു, ബാക്കി 5 കുട്ടികൾ. ഇപ്പോൾ ട്രോഫിയൊക്കെ ഇട്ട് കളി ജയിച്ച് ഭയങ്കര ആഹ്ലാദത്തിൽ വരുമ്പോൾ ഈ കുട്ടികൾ തോറ്റുപോയൊരു കുട്ടിയെ കളിയാക്കുകയാണ്. ഇവൾ തോപ്പിച്ച കുട്ടിയെ കളിയാക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അവളെന്ത് സ്റ്റൈലാണ് വന്നത്, പക്ഷേ ഒരു സെർവ് പോലും അവളുടെ കറക്റ്റായില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അപ്പൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞ്, കളിയാക്കരുത്, നിങ്ങൾ തോറ്റ ആളെ കളിയാക്കരുത്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കുട്ടികളത് കേൾക്കാതെ വീണ്ടും കളിയാക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വാണിംഗ് കൊടുത്ത്, സ്റ്റോപ്പ് ഇറ്റ്, നിങ്ങൾ കളിയാക്കല്ലേ. പക്ഷേ കുട്ടികൾ നിർത്തിയില്ല. അപ്പോൾ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ കളിയൊക്കെ ജയിച്ചു വന്നതല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്ത് പൈസ പിടിച്ചു എന്നുകൊണ്ട് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ 5 പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡോറൊക്കെ തുറന്ന് അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ ഈ മനുഷ്യൻ വണ്ടി എടുത്ത് മുന്നോട്ട് വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്താടോ പിള്ളേരെടുക്കണ്ടേ? ഇല്ലില്ല, അവരെടുക്കുന്നില്ല, അവർ വീട് വരെ നടന്നു വരട്ടെ, അവർ പഠിക്കട്ടെ ഈ പാഠം. ജയിച്ചവൻ തോറ്റവനെ കളിയാക്കരുത്. നമ്മുടെ ലൈഫിലെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിജയത്തിൽ നിൽക്കുമ്പോൾ, ഫസ്റ്റ് അടിക്കുമ്പോൾ തോറ്റുപോയ ആൾക്കാരെ നമ്മളിങ്ങനെ കളിയാക്കാറുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെങ്ങനെയാണ് ഫസ്റ്റ് എത്തിയത്? നിങ്ങളുടെ കൂടെ ആരും ഓടാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എത്തുമായിരുന്നു. കൂടെ ഓടാൻ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ ഫസ്റ്റ് ആയത്. ഒറ്റക്ക് ഓടി ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. കൂടെ ഓടാനും തോക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ നീ ഫസ്റ്റ് എത്തിയത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ബഹുമാനിക്കണം. നമ്മുടെ കൂടെ ഓടിയവരെ ബഹുമാനിക്കണം, കളിയാക്കരുത്. എല്ലാവർക്കും ഹാപ്പി സൺഡേ.